നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നത് മുതൽ ഒരു വീഡിയോ സഖാക്കള് അറഞ്ചം പുറഞ്ചം പോസ്റ്റ് ചെയ്യുകയാണ്. കളിയാക്കിക്കൊണ്ടൊക്കെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോ ഞാൻ ഇതിനകത്തൊന്ന് ചേർക്കാം കാണാത്തവർക്ക് വേണ്ടി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഇങ്ങനെ കളിയാക്കി പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഇതിനിത്ര വലിയ പ്രാധാന്യമില്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ള മറുപടി ഞാൻ തരാം. പോകുമ്പോഴോ വരുമ്പോഴൊക്കെ നോക്കണം, നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. പാർട്ടിക്കാരാകുമ്പോൾ ആരെങ്കിലും വിളിച്ച് അപ്പം തന്നെ പോകേണ്ടതില്ല. അതിന് സാമുദായികമായിട്ടുള്ള പ്രത്യേകത നോക്കേണ്ടി വരും, സാമൂഹ്യപരമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കേണ്ടി വരും. അതല്ലാതെ ആരെങ്കിലും വിരുന്നിന് വിളിച്ചാലൊക്കെ അപ്പം തന്നെ പോകേണ്ട കാര്യം മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോയ്ക്കകത്ത് ഒന്ന് പറയുന്നത് സൂര്യ ബാർ മുതലാളി ചാക്ക് രാധാകൃഷ്ണൻ എന്നാണ്. എനിക്കറിയത്തില്ല അദ്ദേഹത്തെ. 2 PK കുഞ്ഞാലിക്കുട്ടി. 3 1000 പള്ളിയുടെ ഖാദിയും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിഖലി. ഇവർ രണ്ടുപേരും എന്തിനാണ് മദ്യ മുതലാളിയായ ചാക്ക് രാധാകൃഷ്ണന്റെ വീട്ടിൽ വിരുന്നിന് പോയതെന്നാണ് ചോദിക്കുന്നത്. ചോദിക്കാനൊരു പ്രത്യേക കാരണവും സഖാക്കൾക്കുണ്ട്. മറ്റൊന്നുമല്ല, ആ വീഡിയോയുടെ താഴെ പാണക്കാട് സാദിഖലിയുടെ ഒരു പ്രസംഗത്തിന്റെ ഭാഗവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ആരെങ്കിലും വിരുന്നിന് വിളിച്ചാൽ ചാടിക്കയറി പോകരുത്. നമ്മുടെ ആശയവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സാമുദായിക ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ മാത്രമേ വിരുന്നിന് പോകാമോ, ചാടിക്കയറി പോകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ പാണക്കാട് സാദിഖലി എന്ന 1000 പള്ളിയുടെ ഖാദി മദ്യ മുതലാളിയുടെ വീട്ടിൽ എന്തിന് പോയി എന്നാണ് സഖാക്കളെ ചോദിക്കുന്നത്. എന്താ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്കറിയത്തില്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചാക്ക് മുതലാളിയുമായിട്ട് എന്തൊക്കെയോ ബിനാമി ഇടപാടുണ്ടെന്നൊക്കെ ഒരു കരക്കമ്പിയുണ്ട്. അതിന് ഉറപ്പൊന്നും തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല, കരക്കമ്പി മാത്രമാണ്. അപ്പൊ അത് അവിടെ പറഞ്ഞു നിർത്തുന്നു. പിന്നെ 1000 പള്ളിയുടെ ഖാദി എന്തിനാണ് മദ്യ മുതലാളിയുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഇസ്ലാമത വിശ്വാസ പ്രകാരം സ്വർഗത്തിലെത്തുന്നവർക്ക് അള്ളാഹു താല മദ്യപ്പുഴ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് കിട്ടും. അത് വിശ്വാസികളുടെ വിശ്വാസവുമാണ്. അപ്പം കോണി കോട്ടുകുത്തിയാൽ സ്വർഗത്തിലെത്തും എന്ന് വിശ്വസിക്കുന്ന മൂരികൾ സ്വർഗത്തിലെത്തുമ്പോൾ അവർക്കവിടെ മദ്യപ്പുഴ വേണ്ടേ? എന്തായാലും അള്ളാഹു പറഞ്ഞ സ്വർഗത്തിൽ ഈ പറയുന്ന മൂരികൾ എത്തത്തില്ല, അത് ഉറപ്പാ. കാരണം ഇവര് സ്വർഗത്തിലെത്തുമെങ്കിൽ അബൂജാഹിലും സ്വർഗത്തിലെത്തും. ഇവര് സ്വർഗത്തിലെത്തുമെങ്കിൽ ജാഹിലീങ്ങളും സ്വർഗത്തിലെത്തും. ഇവര് സ്വർഗത്തിലെത്തുമെങ്കിൽ മുനാഫിക്കുകളും സ്വർഗത്തിലെത്തും. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ലീഗുകാര് സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് അവിടെ മദ്യപ്പുഴ വേണം. അപ്പൊ അവിടെ മദ്യപ്പുഴ ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്കാണ്, മദ്യ മുതലാളിയുമായിട്ട് ചർച്ച നടത്താനാണ് 1000 പള്ളിയുടെ ഖാദിയും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിഖലി അവിടെ പോയത്. അവർ ചർച്ച നടത്തി ലീഗുകാർക്കുള്ള മദ്യപ്പുഴ ഒഴുക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടിട്ടാണ് അവരവിടെ ഇറങ്ങിയത്.